ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചസ് വീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ ഒരു സ്പെഷ്യൽ കൂടി ചേർത്താൽ എങ്ങനെയിരിക്കും? കുറച്ച് കളർഫുള്ളായിരിക്കും. നമ്മൾ കളർ ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല, ആദ്യപ്പോഴേ പറയാം. നിങ്ങൾ അതുകൊണ്ട് കളറാണ് ചേർക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കളർ ചേർക്കാതെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം. അപ്പോൾ എന്തൊക്കെ ജ്യൂസും ഷേക്കും ഒക്കെ ഉണ്ടായിരുന്നാലും, നമുക്ക് എത്ര മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നാലും, നമുക്ക് തണുത്ത നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ നാരങ്ങ വെള്ളത്തിന് വേണ്ടി ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടെങ്കിലേ നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അളവനുസരിച്ച് എടുക്കുക. 2 ഗ്ലാസ്സിന് 1 നാരങ്ങ. അപ്പോൾ ആ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കുക. നല്ല തണുത്ത വെള്ളം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പിഴിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ തണുപ്പില്ലാത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിന് ഒരു 2 ചെറിയ പീസ് ഇഞ്ചി ആദ്യപ്പോഴേ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ്, ഒരു ഫ്ലേവറിനും നല്ലതാണ് ഇഞ്ചി. അത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. നല്ല കളർഫുള്ളിന് വേണ്ടി നല്ല ക്യാരറ്റ് ഇതുപോലെ മീതത്തെ തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. അതാണ്ട് ഇതുപോലെ അരിപ്പിലോട്ട് അരിച്ചൊഴിക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കസ്കസൊക്കെ നേരത്തെ തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർക്കണം. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് കുറച്ചുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലും കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കസ്കസ്. അപ്പോൾ കസ്കസ് ചേർക്കുമ്പോൾ നമുക്ക് നാരങ്ങയ്ക്ക് നല്ല മാറ്റമാണ്. ആ നാരങ്ങ വെള്ളം കുടിക്കാൻ കുറച്ചുകൂടി ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ കുട്ടികൾക്കായിരുന്നാലും അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് കസ്കസ് ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം. അപ്പോൾ 2 ഗ്ലാസ്സിനാണ് ഞാൻ 1 നാരങ്ങ എടുത്തിരിക്കുന്നത്. ഇത്രയും കറക്റ്റ് അളവിന് ചേർത്താൽ മാത്രമേ കറക്റ്റ് പുളിപ്പും മധുരവും ഒക്കെ കിട്ടുള്ളൂ. വെള്ളം കൂടുതൽ ചേർത്താൽ പിന്നെ പുളിപ്പ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പോകുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക.